ഹായ് ഓൾ. ഇന്ന് നമുക്ക് ഹോട്ട് ടോപ്പിക്സിൽ നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യ അന്താരാഷ്ട്ര അതിർത്തികൾ എന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ത്യ അന്താരാഷ്ട്ര അതിർത്തികൾ അല്ലെ? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എന്താണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 9 അല്ലെ? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9. ഓക്കെ, ഇത് NCERT പ്രകാരമാണ് 9. ഇനി 11 വരുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഡാറ്റ അനുസരിച്ച് 11 അയൽ രാജ്യങ്ങളാണ് ഇന്ത്യക്കുള്ളത്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറിൽ 9 11 രണ്ടും കൂടെ എന്തായാലും വരില്ല, ഏതെങ്കിലും ഒന്നേ വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അത് ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഒന്നെങ്കിൽ 9 കാണാം, അല്ലെങ്കിൽ 11 കാണാം. ഓക്കെ, ഇനി ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് 7. ഇന്ത്യയായിട്ട് കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ 7. ഇനി ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ ചോദിച്ചാലും എത്രയാണ്? 7. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ 7. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങളും 7. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നു. എന്തൊക്കെയുണ്ട്? പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ചൈന, നേപ്പാള്, ഭൂട്ടാന്, മ്യാൻമർ, ബംഗ്ലാദേശ് ഈ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നു. എന്നാൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അപ്പൊ ഏതൊക്കെയാണ്? അത് ശ്രീലങ്കയുണ്ട്, പിന്നെ മാലിദ്വീപ് ഉണ്ട്, ദെൻ പാകിസ്ഥാന് കര അതിർത്തിയും പങ്കുവെക്കുന്നുണ്ട്, സമുദ്ര അതിർത്തിയും പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ബംഗ്ലാദേശും ഇതുപോലെ തന്നെ മ്യാൻമറും എന്താണ് രണ്ടും പങ്കുവെക്കുന്നുണ്ട്. പിന്നെ തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നിവയാണ്. തായ്ലൻഡ്, ഇന്തോനേഷ്യ, ശ്രീലങ്ക, മാലിദ്വീപ്, പിന്നെ പാകിസ്ഥാന്, ബംഗ്ലാദേശ്, മ്യാൻമർ. ഇത്രയാണ് എന്ത് സമുദ്ര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് കര അതിർത്തിയും 7, സമുദ്ര അതിർത്തിയും എന്താണ് 7 തന്നെയാണെന്നുള്ളത് ഓർത്തു വച്ചേക്കാം. അപ്പൊ നമ്മോട് ചോദിക്കാം, എന്താണ് സമുദ്ര അതിർത്തി എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 22 കിലോമീറ്റർ ദൂരത്തിലുള്ള കടൽ പ്രദേശം ആ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വരുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ്? ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്ന്, ഒരു രാജ്യം എടുക്കുക, ആ രാജ്യത്തിന്റെ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിലുള്ള കടൽ പ്രദേശം എന്താണ്? ആ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വരുന്നതാണ്. ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളുടെ പരമാധികാരത്തിലുള്ള കടൽ പ്രദേശങ്ങൾ പരസ്പരം കയറി വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സമുദ്ര അതിർത്തി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്നും 200 നോട്ടിക്കൽ മൈൽ, എത്ര? ഏകദേശം 370 കിലോമീറ്റർ ദൂരത്തിലുള്ള സമുദ്ര പ്രദേശത്തിൽ ആ രാജ്യത്തിന് പരിമിതമായ അധികാരങ്ങളുണ്ട്. ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ ദൂരത്തിലുള്ള സമുദ്ര പ്രദേശത്തിൽ ആ രാജ്യത്തിന് എന്തുണ്ട്? പരിമിതമായ അധികാരങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള രണ്ട് രാജ്യങ്ങളുടെ സമുദ്ര പ്രദേശങ്ങൾ ഇന്റർസെക്ട് ചെയ്യുന്നതും സമുദ്ര അതിർത്തിയായി കണക്കാക്കുന്നു. ഇത്തരത്തിലുള്ള രണ്ട് രാജ്യങ്ങളുടെ സമുദ്ര പ്രദേശങ്ങൾ ഇന്റർസെക്ട് ചെയ്യുന്നതും എന്തായി കണക്കാക്കുന്നു? സമുദ്ര അതിർത്തിയായിട്ട് കണക്കാക്കുന്നു. ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്നും എത്ര? 200 നോട്ടിക്കൽ മൈൽ ദൂരത്തിലുള്ള സമുദ്ര പ്രദേശത്തിൽ ആ രാജ്യത്തിന് പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ ഉണ്ട്. ഇത്തരത്തിലുള്ള രണ്ട് രാജ്യങ്ങളുടെ സമുദ്ര പ്രദേശങ്ങൾ ഇന്റർസെക്ട് ചെയ്യുന്നതും സമുദ്ര അതിർത്തിയായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് സമുദ്ര അതിർത്തി എന്നുള്ള മനസ്സിലായല്ലോ. ഇനി അടുത്ത നോക്കാം. ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്നും, ഒരു രാജ്യം അതിന്റെ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ ദൂരത്തിലുള്ള കടൽ പ്രദേശത്തിന്റെ ടെറിട്ടോറിയൽ സീ എന്ന് വിളിക്കുന്നു. ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ, അതായത് 22 കിലോമീറ്റർ ദൂരത്തിലുള്ള കടൽ പ്രദേശത്തിനെ എന്താ വിളിക്കുന്നത്? ടെറിട്ടോറിയൽ സീ എന്നാണ് വിളിക്കുന്നത്. അത് രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വരുന്നതാണ്. ഈ ടെറിട്ടോറിയൽ
ടെറിട്ടോറിയൽ സീ എന്ന് പറയുന്നത് എന്തായിരിക്കും? രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വരുന്നതാണ്. ഇവിടെ ആ രാജ്യത്തിന് കരയിൽ എന്നതുപോലെ എന്തു വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കരയിൽ ചെയ്യുന്നത് പോലെ തന്നെ എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാവുന്നതാണ്. സൈനിക താവളം നിർമ്മിക്കാനോ കൃത്രിമ ദ്വീപ് നിർമ്മിക്കാനോ തടസ്സമില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാ? സൈനിക താവളം നിർമ്മിക്കാം, അല്ലെങ്കിൽ കൃത്രിമ ദ്വീപൊക്കെ നിർമ്മിക്കാനായിട്ടുള്ള എന്തുണ്ട്? അധികാരം ഉണ്ട്. ഇനി ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്നും 22 കേട്ടോ, അതായത് 40 കിലോമീറ്റർ ദൂരത്തിലുള്ള കടൽ പ്രദേശത്തെ കണ്ടേജിയസ് സോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കണ്ടേജിയസ് സോൺ എന്ന് പറയുമ്പം തീരത്ത് നിന്ന് എത്ര കിലോമീറ്റർ ദൂരമുള്ളതാണ്? 40 കിലോമീറ്റർ അല്ലെങ്കിൽ 22 നോട്ടിക്കൽ മൈൽ. അപ്പൊ ഈ ടെറിട്ടോറിയൽ സീ എന്ന് പറയുന്നത് 22 കിലോമീറ്റർ അല്ലെങ്കിൽ 12 നോട്ടിക്കൽ മൈലും, 22 നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ 40 കിലോമീറ്റർ ദൂരത്തിലുള്ള കടൽ പ്രദേശത്തെ കണ്ടേജിയസ് സോൺ എന്നും വിളിക്കുന്നു. ഇവിടെ ടെറിട്ടോറിയൽ സീ പോലെ പരമാധികാരം ഇവിടെ ഇല്ല. ടെറിട്ടോറിയൽ സീയിൽ പരമാധികാരമുണ്ട്, പക്ഷെ ഇവിടെ എന്തുണ്ട്? പരമാധികാരമില്ല, എന്നാൽ എന്താണ്? പക്ഷാധികാരമുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത്, ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്നും 200 നോട്ടിക്കൽ മൈൽ, അതായത് 370 കിലോമീറ്റർ ദൂരത്തിലുള്ള കടൽ പ്രദേശത്തെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കുന്നു. എന്താണ്? ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ, അതായത് 370 കിലോമീറ്റർ ദൂരത്തിലുള്ള കടൽ പ്രദേശത്തെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കുന്നു. ഇവിടെ പരിമിതമായ അവകാശം മാത്രമാണ് ആ രാജ്യത്തിന് ഉള്ളത്. ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ ദൂരത്തിലുള്ള കടൽ പ്രദേശത്തെ എന്താണ് പറയുന്നത്? ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്ന് 200, അതായത് 370 കിലോമീറ്റർ ദൂരമുള്ള കടൽ പ്രദേശത്തെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കുന്നു. ഇവിടെ പരിമിതമായിട്ടുള്ള അവകാശം മാത്രമാണ് ഒരു രാജ്യത്തിന് ഉള്ളത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം ഈ സോണുകൾ ടെറിട്ടോറിയൽ സീ, അതുപോലെ കണ്ടേജിയസ് സോണ്, എക്സ്ക്ലൂസീവ് സോണ്, എക്കണോമിക് സോൺ എന്നുള്ളതൊക്കെ എത്ര കിലോമീറ്റർ ഇതിനിടയിലാണെന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. പിന്നെ ഈ എക്സ്ക്ലൂസീവ് സോൺ പറയുമ്പോൾ മത്സ്യബന്ധനം നടത്താൻ അവകാശമുണ്ട്. അവിടെ സൈനിക താവളം നിർമ്മിക്കാനോ കൃത്രിമ ദ്വീപ് നിർമ്മിക്കാനോ ഒന്നുള്ള അവകാശം അവിടെ ഇല്ല. ഓക്കെ, മനസ്സിലായോ? ഇനി ഇന്ത്യയുമായി കര അതിർത്തിയും സമുദ്ര അതിർത്തിയും പങ്കുവെക്കുന്ന രാജ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതേതൊക്കെയാണ്? പാകിസ്ഥാന്, ബംഗ്ലാദേശ്, മ്യാൻമർ. ഇവ കര അതിർത്തിയും പങ്കുവെക്കുന്നുണ്ട്. എന്താണ്? നമ്മുടെ സമുദ്ര അതിർത്തിയും പങ്കുവെക്കുന്നുണ്ട്. പാകിസ്ഥാന്, അതുപോലെ ബംഗ്ലാദേശ്, പിന്നെ മ്യാൻമർ. ഓക്കെ, PBM എന്ന് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ. ഏഷ്യ വൻകരയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഏഷ്യ വൻകര എടുക്കുക. ആ വൻകരയിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് ഏഷ്യയുടെ ഏത് ഭാഗത്താണ്? ദക്ഷിണ ഭാഗത്താണ്. ഇന്ത്യയുടെ അന്താരാഷ്ട്ര കര അതിർത്തിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ അന്താരാഷ്ട്ര കര അതിർത്തിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 15,106 കിലോമീറ്റർ ആണ്. ഇത് NCERT പ്രകാരം 106 എന്താണ്? 200 ആണ്. 15,200 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര കര അതിർത്തിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് പറയുന്നത് ഏതാ? അത് മാലിദ്വീപാണ്. ഓക്കെ ആണല്ലോ? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയും ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് പറയുന്നത് അത് മാലിദ്വീപുമാണ്. ഇനി ഇന്ത്യയുടെ അതിർത്തികൾ നോക്കാം നമുക്ക്. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക, അറിയാത്തത് നോട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ഇനി അയൽ രാജ്യങ്ങളും സംസ്ഥാനങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇപ്പൊ പാകിസ്ഥാനാണ് രാജ്യം. അത് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ് പാകിസ്ഥാൻ രാജ്യം എന്ത് ചെയ്യുന്നത്? അതിർത്തി പങ്കിടുന്നതെന്ന് ചോദിച്ചാല് ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, പഞ്ചാബ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ 2 ജമ്മു കാശ്മീറും ലഡാക്കും. ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയുടെ മാപ്പ്, അതുപോലെ
വേൾഡ് മാപ്പ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വാങ്ങിയിട്ട് പറ്റുന്നവരെന്ത് ചെയ്യുക, ഒന്ന് വാങ്ങിയിട്ട്, അത് വാങ്ങാൻ അത്ര വലിയ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് വാങ്ങിയിട്ട് അത് പറ്റുകയാണെങ്കിൽ നമ്മുടെ ചുമരിൻ്റെ സൈഡിലൊക്കെ ഒന്ന് എന്താ ഒട്ടിച്ച് വെച്ചിട്ട് സ്ഥിരമായിട്ട് കാണുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് പഠിക്കാനായിട്ട്, അതിർത്തികളൊക്കെ. കാരണം അതിർത്തി മാത്രമൊന്നുമല്ല, പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജിയോഗ്രഫിയിൽ വരുന്നുണ്ടല്ലോ, അതിനൊക്കെ ഈ ഭൂപടം വളരെ അത്യാവശ്യമാണ്. എങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഇത് പിന്നെ നമ്മളിതിങ്ങനെ കാണാതെ പഠിച്ചു പോകുമ്പോൾ എന്തായാലും അവിടെ എത്തുമ്പോൾ നമുക്ക് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മറ്റേത് ഭൂപടം വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും തെറ്റാനുള്ള ഒരു ചാൻസ് അവിടെ വരുന്നില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചെയ്യാൻ നോക്കുക പറ്റുന്നവർ കേട്ടോ. ഓക്കെ, ഇത് നോക്കാം നമുക്കിപ്പോ. അപ്പോ പാകിസ്ഥാൻ രാജ്യം എടുത്താൽ നമ്മുടെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ അവിടെ ഗുജറാത്ത് വരുന്നുണ്ട്, രാജസ്ഥാൻ വരുന്നുണ്ട്, പഞ്ചാബ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ 2 ജമ്മു കാശ്മീർ വരുന്നുണ്ട്, അതുപോലെ ലഡാക്ക് അല്ലെ. ഇനി കൂടുതൽ ദൂരം എവിടെയാണെന്ന് ചോദിച്ചാല് ഇത് രാജസ്ഥാനിലാണ് കൂടുതൽ വരുന്നത്. അതിർത്തി കൂടുതൽ വരുന്നത് രാജസ്ഥാന്, കുറച്ച് ദൂരം വരുന്നത് ഗുജറാത്താണ്. കൂടുതൽ രാജസ്ഥാനും കുറച്ച് ദൂരം ഗുജറാത്തുമാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അഫ്ഗാനിസ്ഥാൻ എടുക്കുകയാണെങ്കിൽ എവിടെയാണ് അഫ്ഗാനിസ്ഥാൻ നോക്കുക? അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ലഡാക്ക് ആണ് കേട്ടോ. അഫ്ഗാനിസ്ഥാൻ എടുത്താൽ അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ വരുന്നത് എവിടെയാണ്? ലഡാക്ക് മാത്രമാണെന്നുള്ളത് ഓർത്തു വച്ചേക്കുക. ഇനി ചൈന എടുക്കുകയാണെങ്കിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 4 സംസ്ഥാനങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കിടുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ഓക്കെ, അതൊക്കെ ആ ഒരു സൈഡിലാണ് അല്ലെ, ഒറ്റ സൈഡ് വരുന്നതാണ് ചൈനയുടെ അല്ലെ. അപ്പൊ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഇതൊക്കെ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പൊ കൂടുതൽ ദൂരം വരുന്നത് അത് അരുണാചൽ പ്രദേശിലും, കുറച്ച് ദൂരം ഹിമാചൽ പ്രദേശിലുമാണ്. കൂടുതൽ ദൂരം അരുണാചൽ പ്രദേശിലും, കുറച്ച് ദൂരം ഹിമാചൽ പ്രദേശിലുമാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഒരു മിനിറ്റ്. ഇനി പിന്നെ നമ്മള് നേപ്പാൾ എടുക്കുകയാണെങ്കിൽ അതിർ PDF ഓക്കെ. നേപ്പാൾ എടുക്കുകയാണെങ്കിൽ അത് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? 5 സംസ്ഥാനങ്ങളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, 5 സംസ്ഥാനങ്ങളായിട്ടാണ് നേപ്പാൾ അതിർത്തി പങ്കിടുന്നത്. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം. നേപ്പാള് എടുക്കുകയാണെങ്കിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് ഉത്തരാഖണ്ഡ്, ദെൻ ഉത്തർപ്രദേശ്, പിന്നെന്താണ് ബീഹാർ, പശ്ചിമ ബംഗാള്, പിന്നെ ഏതാ വരുന്നത്? സിക്കിം കേട്ടോ. അപ്പോ നേപ്പാള് 5 സംസ്ഥാനങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കിടുന്നുണ്ട്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, പിന്നെ ബീഹാർ, പിന്നെ ഏതാണ്? പശ്ചിമ ബംഗാള്, സിക്കിം. മനസ്സിലായോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് മനസ്സിലായിരുന്നോ? ചൈന കൂടുതൽ ദൂരം അരുണാചൽ പ്രദേശുമായിട്ടും കുറച്ച് ദൂരം ഹിമാചൽ പ്രദേശുമായിട്ടാണ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശാണ് എന്ത് ചെയ്യുന്നത്? അതിർത്തി പങ്കിടുന്നത്. ഇനി ഇവിടെ ആവുമ്പോ ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്. ഓക്കെ, ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്, ഉത്തർപ്രദേശും വരുന്നുണ്ട്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ദെൻ സിക്കിം. ഓക്കെ ആണല്ലോ. അപ്പൊ നേപ്പാളിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കൂടുതൽ ദൂരം വരുന്നത് എവിടെയാണ്? ബീഹാറിലാണ് വരുന്നത്. കൂടുതൽ ദൂരം ബീഹാർ, കുറച്ച് ദൂരം സിക്കിം. ഓക്കെ, അപ്പൊ നേപ്പാൾ എടുക്കുകയാണെങ്കിൽ അതിർത്തി കൂടുതൽ ദൂരം വരുന്നത് ബീഹാറിനായിട്ടും കുറച്ച് ദൂരം വരുന്നത് സിക്കിമുമായിട്ടാണെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വച്ചേക്കാം.
മനസ്സിലായോ? ഇനി എന്താന്ന് ചോദിച്ചാല് ഭൂട്ടാന്, അടുത്ത രാജ്യമാണ് ഭൂട്ടാന്. ഏതൊക്കെ സംസ്ഥാനങ്ങളായിട്ടാണ് അതിർത്തി പങ്കിടുന്നതെന്ന് ചോദിച്ചാല് ഭൂട്ടാന് എന്താണ് നാല് സംസ്ഥാനങ്ങളുമായിട്ടാണ്. അവിടെയും എന്ത് വരുന്നുണ്ട്, സിക്കിമും വരുന്നുണ്ട്, പശ്ചിമ ബംഗാളും വരുന്നുണ്ട്, പിന്നെ അസ്സാം ആണ് വരുന്നത്, പിന്നെന്താണ് അരുണാചൽ പ്രദേശ്. ഓക്കെ, അസ്സാം അരുണാചൽ പ്രദേശ്. അപ്പം കൂടുതൽ ദൂരം, ഭൂട്ടാന് കൂടുതൽ ദൂരം വരുന്നത് അസ്സാമുമായിട്ടാണ്. കുറച്ച് ദൂരമാണ് എന്തായിട്ട് വരുന്നുള്ളൂ, സിക്കിം. നേപ്പാളും അതുപോലെ തന്നെയായിരുന്നു, കുറച്ചു ദൂരം സിക്കിമും, എന്താണ് കുറച്ചു ദൂരം കൂടുതൽ ദൂരം അവിടെ ബീഹാറുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിർത്തി വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നോക്കാനുള്ളത് മ്യാൻമർ എടുക്കുകയാണെങ്കിൽ എന്താ, മ്യാൻമർ എടുത്താല് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എന്ത് തന്നെയാണ്, 4 സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. എന്താ ഇതില് ഏതൊക്കെ 4 സംസ്ഥാനങ്ങൾ ചോദിച്ചാല് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂര്, മിസോറാം. ഏതൊക്കെയാണ്, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂര്, മിസോറാം. അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 4 അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂര്, മിസോറാം. കിട്ടിയല്ലോ. ഇനി കൂടുതൽ ദൂരം മ്യാൻമർ അതിർത്തി പങ്കിടുന്നത് അരുണാചൽ പ്രദേശുമായിട്ടും, കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ എന്ത്, നാഗാലാൻഡുമായിട്ടും എന്ത് ചെയ്യുന്നുള്ളൂ, അതിർത്തി പങ്കിടുന്നുള്ളൂ. ഇനി ബംഗ്ലാദേശ് എടുക്കുകയാണെങ്കിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 5 സംസ്ഥാനങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കിടുന്നുണ്ട്. ഏതൊക്കെയാണ് 5 സംസ്ഥാനങ്ങൾ? പശ്ചിമ ബംഗാൾ അതുണ്ടാവും, നമുക്കറിയാം. പിന്നെ അസം, ഓക്കെ, ദെൻ മേഘാലയ, ത്രിപുര, മിസോറാം. ഇതിൽ പശ്ചിമ ബംഗാളായിട്ടായിരിക്കും എന്ത് കൂടുതൽ ദൂരം, കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ ഏതുമായിട്ട്, അസ്സാമുമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ജസ്റ്റ് ഒരു കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കോഡൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് പറ്റുകയാണെങ്കിൽ, കോഡ് കിട്ടുന്നവരെന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റിൽ ഒന്ന് കോഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ബാക്കിയുള്ളവർക്ക് കൂടെ ഉപകാരപ്പെട്ടോട്ടെ. ഓക്കെ. ഇനി 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? 3 ഉണ്ട്. 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, 3 രാജ്യമായിട്ട് അതിർത്തി പങ്കിടുന്ന 3 സംസ്ഥാനമുണ്ട്. ഒന്ന് നമ്മളിപ്പോ നോക്കിയതിൽ നമുക്ക് മനസ്സിലാവും, പശ്ചിമ ബംഗാൾ 3 രാജ്യമായിട്ട് വരുന്നുണ്ട്, സിക്കിമും വരുന്നുണ്ട്, അരുണാചൽ പ്രദേശും 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, സിക്കിം, അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞല്ലോ. പശ്ചിമ ബംഗാൾ എവിടെ വരുന്നുണ്ട്, ബംഗ്ലാദേശിൽ വരുന്നുണ്ട്, ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അതുപോലെ ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. നേപ്പാൾ, ഭൂട്ടാൻ, അതുപോലെ ബംഗ്ലാദേശ്, അവിടെയാണ് നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, അവിടെയാണ് പശ്ചിമ ബംഗാൾ വരുന്നത്. പിന്നെ അടുത്തത് സിക്കിം അല്ലെ. സിക്കിം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എവിടെ, എന്താ ഭൂട്ടാനിൽ വരുന്നുണ്ട്. സിക്കിം എവിടെ, ഭൂട്ടാന് വരുന്നുണ്ട്, നേപ്പാൾ വരുന്നുണ്ട്, പിന്നെ എവിടെ വരുന്നത്, ഭൂട്ടാൻ, നേപ്പാൾ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അവിടെയാണ് സിക്കിം വരുന്നത്. പിന്നെ അടുത്തത് ഏതായിരുന്നു, അരുണാചൽ പ്രദേശ്, മ്യാൻമർ വരുന്നുണ്ട്. അതുപോലെ ഏതാണ്, മ്യാൻമർ വരുന്നുണ്ട്, പിന്നെ ചൈന വരുന്നുണ്ട്, പിന്നെന്താണ്, മ്യാൻമർ, ചൈന, പിന്നെ എവിടെയായിരുന്നു, ഭൂട്ടാൻ, മ്യാൻമർ, ചൈന, ഭൂട്ടാൻ, ഇവിടെയും എന്ത് വരുന്നുണ്ട്, അരുണാചൽ പ്രദേശ്. അങ്ങനെ 3 രാജ്യങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 3 പശ്ചിമ ബംഗാൾ, സിക്കിം, അരുണാചൽ പ്രദേശ്. ഓക്കെ ആണല്ലോ. ഇനി 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം അത് ലഡാക്ക് ആണ് കേട്ടോ. 3 വശവും എന്താണ്, അതുപോലെ ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം അത് ത്രിപുരയാണ്. 3 വശവും എന്തുകൊണ്ട്, ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 2 ഉണ്ട്. ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്, ഒരു സംസ്ഥാനവുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 2 ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്, സിക്കിം ഏതുമായിട്ട് ഇത് വരുന്നുണ്ട്,
അതിർത്തി പങ്കിടുന്നുണ്ട്? പശ്ചിമ ബംഗാളുമായിട്ട്, മേഘാലയ അസ്സാമുമായിട്ട്. അപ്പോൾ ഒരു സംസ്ഥാനവുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ അത് സിക്കിമും മേഘാലയയുമാണ്. സിക്കിം എന്തുമായിട്ട്? പശ്ചിമ ബംഗാളുമായിട്ട്. മേഘാലയ ഏതുമായിട്ട്? അസ്സാമുമായിട്ട്. മേഘാലയ, അസ്സാം, സിക്കിം, പശ്ചിമ ബംഗാൾ. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് അത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം പറയുന്നത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം, ഇന്ത്യ എടുത്താൽ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ്? ബംഗ്ലാദേശ്. എത്രയാണെന്നറിയോ അതിർത്തി? 4096 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഇത് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇനി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം അതേതാണ്? 106 കിലോമീറ്റർ മാത്രം. ഏത്? അഫ്ഗാനിസ്ഥാൻ. ഇനി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 3323 കിലോമീറ്റർ ആണ്. 3323 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രാജ്യത്തിന്റെ 3 ഭാഗവും ഇന്ത്യയാൽ ചുറ്റപ്പെട്ട അയൽ രാജ്യങ്ങൾ. രാജ്യത്തിന്റെ 3 ഭാഗവും ഏത്? നമ്മുടെ ഇന്ത്യയാൽ ചുറ്റപ്പെട്ട അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് നേപ്പാള്, ഭൂട്ടാന്, ബംഗ്ലാദേശ്. നേപ്പാളും ഭൂട്ടാനും ബംഗ്ലാദേശും ഇതിന്റെ 3 ഭാഗവും ഇന്ത്യയാൽ ചുറ്റപ്പെട്ടതാണ്. നേപ്പാള്, ഭൂട്ടാന്, ബംഗ്ലാദേശ്. നേപ്പാള്, ഭൂട്ടാന്, ബംഗ്ലാദേശ്. ഇന്ത്യയിൽ അന്താരാഷ്ട്ര കര അതിർത്തിയുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 16 ആണ്. ഇന്ത്യയിൽ അന്താരാഷ്ട്ര കര അതിർത്തിയുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 16 ആണ് എന്നുള്ളതും കൂടെ ഓർത്തു വച്ചേക്കാം. ഏതൊക്കെയാണ് അന്താരാഷ്ട്ര കര അതിർത്തിയുള്ള സംസ്ഥാനങ്ങൾ? ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്ന് കേട്ടു നോക്കാം. ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ എന്നീ സംസ്ഥാനങ്ങൾ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നു. മനസ്സിലായോ? ഇനി അന്താരാഷ്ട്ര അതിർത്തിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ 2 ഏതൊക്കെയാണ്? ലഡാക്ക്, പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അന്താരാഷ്ട്ര അതിർത്തിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ 2 ലഡാക്കും പിന്നെ ജമ്മു ആൻഡ് കാശ്മീറും. അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? അത് സിക്കിമാണ്. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ്? അത് പശ്ചിമ ബംഗാളാണ്. 2500 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? 2500 കിലോമീറ്റർ. ഏതാണ്? പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഏറ്റവും കുറച്ച് ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം നാഗാലാൻഡ് ആണ്. 215 കിലോമീറ്റർ ആണ്. ഓക്കെ, പിന്നെ നാഗാലാൻഡ് ആണ്. ഇനി മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, പിന്നെ ഏതാണ്? പഞ്ചാബ്, രാജസ്ഥാന്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര. ഓക്കെ, ഇനി പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്താണ്? പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. ഏതാണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്? ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്,
ദെൻ പഞ്ചാബ് ഉണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് ഇവ എന്താണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഏതൊക്കെ? ഗുജറാത്ത്, രാജസ്ഥാന്, പിന്നെ പഞ്ചാബ്. മനസ്സിലായോ? ഇനി ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് ഉണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, സിക്കിം ഉണ്ട്, അരുണാചൽ പ്രദേശ്. ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ് ഏതുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്? ചൈനയുമായിട്ട്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇനി നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പിന്നെ ബീഹാർ, സിക്കിം, പിന്നെ എന്തുണ്ട്? പശ്ചിമ ബംഗാൾ. ബീഹാർ, സിക്കിം, ദെൻ പശ്ചിമ ബംഗാൾ. ഓക്കെ. പിന്നെ ഭൂട്ടാനുമായിട്ട് അതിർത്തി എങ്ങനെ? ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ സിക്കിം, പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്. ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ സിക്കിം, പശ്ചിമ ബംഗാൾ, ആസാം, അരുണാചൽ പ്രദേശ്. ഒക്കെ ആണല്ലോ. ഇനി മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ എത്രത്തോളം തലയിൽ കയറും എന്നുള്ള എനിക്ക് യാതൊരു ഉറപ്പില്ല കേട്ടോ. കാരണം എന്താ, ഇതിങ്ങനെ പഠിച്ചു പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഇതെന്താണ്, മാപ്പ് വെച്ചിട്ട് തന്നെ പഠിക്കണം. എങ്കിലുള്ള നമുക്ക് ഇത് കറക്റ്റ്. എങ്കിൽ പിന്നെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നമുക്ക് ഓൾറെഡി ഓർമ്മ വന്നോളും. ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു മാപ്പ് എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ഇതിലെ ഓരോ അതിർത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. ഓക്കെ. അപ്പോൾ മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, പിന്നെന്താണ് മണിപ്പൂർ, മിസോറാം. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, മേഘാലയ, ആസാം, ത്രിപുര, മിസോറാം. മേഘാലയ, ആസാം, ത്രിപുര, ദെൻ മിസോറാം. ഒറ്റ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഇതൊന്ന് നോക്കി വെച്ചേക്കാം. സിക്കിം. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുക. ഒറ്റ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് സിക്കിം, പശ്ചിമ ബംഗാളുമായി, മേഘാലയ, അസാമുമായി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പിന്നെ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒറ്റ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ സിക്കിം ഏതുമായിട്ട്? പശ്ചിമ ബംഗാൾ, മേഘാലയ, അസാമുമായിട്ട്. ഓക്കെ. ഇനി 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു? സിക്കിം, ഭൂട്ടാനും, ചൈന, നേപ്പാൾ. സിക്കിം ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട്? ഭൂട്ടാൻ, ചൈന, നേപ്പാളുമായിട്ട്. സിക്കിം, ഭൂട്ടാൻ, ചൈന, അതുപോലെ എന്താണ് നേപ്പാളുമായിട്ട് സിക്കിം അതിർത്തി പങ്കിടുന്നുണ്ട്. പശ്ചിമ ബംഗാളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഏതൊക്കെ? ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ. ബംഗ്ലാദേശും നേപ്പാളും ഭൂട്ടാനും പശ്ചിമ ബംഗാളുമായിട്ടും, ഭൂട്ടാനും ചൈനയും നേപ്പാളും ഏത്? സിക്കിമുമായിട്ടും, പിന്നെ അരുണാചൽ പ്രദേശുമായിട്ട് ഭൂട്ടാൻ, ചൈന, മ്യാൻമർ. കിട്ടിയല്ലോ. ഇനി എന്താ പറയുന്നത്? 3 വശവും അയൽ രാജ്യങ്ങളുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് ഏതൊക്കെ? ത്രിപുര, മിസോറാം, അരുണാചൽ പ്രദേശ്, സിക്കിം. എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. 3 വശവും എന്താണ്? അയൽ രാജ്യങ്ങളുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് ത്രിപുര, മിസോറാം, അരുണാചൽ പ്രദേശ്, സിക്കിം. ത്രിപുര, അതും തന്നെ നമുക്ക് 3 വശവും അയൽ രാജ്യമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനമാണ് കിട്ടും. ത്രിപുര അല്ലെ. പിന്നെ ത്രിപുര, ദെൻ മിസോറാം, ദെൻ അരുണാചൽ പ്രദേശ്, അതുപോലെ എന്താണ് സിക്കിം. ഓക്കെ. ത്രിപുര, മിസോറാം, അരുണാചൽ പ്രദേശ്, ദെൻ സിക്കിം. 3 രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന. 3 വശവും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. ഉത്തർപ്രദേശ് 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? ഉത്തർപ്രദേശ് 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ. ഉത്തർപ്രദേശ് 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ ഉത്തരാഖണ്ഡ് ഉണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്, ഹരിയാനയുണ്ട്, രാജസ്ഥാൻ,
അതുപോലെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ദെൻ ബീഹാർ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ഏത് പറയണം? ഉത്തർപ്രദേശ് എന്ന് പറയണം. എത്ര സംസ്ഥാനങ്ങളുമായിട്ട്? 8 സംസ്ഥാനങ്ങൾ അല്ലേ? ഏതൊക്കെ വരുന്നുണ്ടെന്നൂടെ പറയാം. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ. സൈനിക പരേഡിന് പ്രശസ്തമായ വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. സൈനിക പരേഡിന് പ്രശസ്തമായിട്ടുള്ള ഏത് അതിർത്തി? വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ചാബ്. ഏതാണ്? ഇന്ത്യ പാക് അതിർത്തിയിൽ സൈനിക പരേഡിന് പ്രശസ്തമായ വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? പഞ്ചാബാണ്. ഏത് അതിർത്തിയിലാണ്? ഇന്ത്യ പാക് അതിർത്തിയിലാണ്. തീർത്ഥാടക പ്രാധാന്യത്തോടെ നിർമ്മിച്ച കർത്താപൂർ ഇടനാഴി ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണെന്ന് ചോദിച്ചാൽ, തീർത്ഥാടക പ്രാധാന്യത്തോടെ നിർമ്മിച്ച കർത്താപൂർ ഇടനാഴി ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യക്കും പാകിസ്ഥാനും. സംസ്ഥാനം വരുന്നത് പഞ്ചാബിലാണ് കേട്ടോ. അപ്പൊ സൈനിക പരേഡിന് പ്രശസ്തമായ വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ചാബിലാണ്. ഇന്ത്യ പാക് അതിർത്തിയിലാണ്. അതുപോലെ എന്താണ്, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലാണ് ഏത്? കർത്താപൂർ ഇടനാഴി. സംസ്ഥാനം ചോദിച്ചാൽ അത് പഞ്ചാബാണ്. 2021 ഉദ്ഘാടനം ചെയ്യപ്പെട്ട മൈത്രി സേതു ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളെയാണെന്ന് ചോദിച്ചാൽ, 2021 ഉദ്ഘാടനം ചെയ്യപ്പെട്ട മൈത്രി സേതു ബന്ധിപ്പിക്കുന്നത് ഏത് രാജ്യങ്ങളെയാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്. ത്രിപുരയിലെ ഫെനി നദിക്ക് കുറുകെ. എവിടെ? ത്രിപുരയിലെ ഫെനി നദിക്ക് കുറുകെയാണ്. അപ്പൊ 2021 ഉദ്ഘാടനം ചെയ്യപ്പെട്ട മൈത്രി സേതു ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളെ? 2021 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഏത്? മൈത്രി സേതു ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളെയാണ്? ഇന്ത്യയെയും ബംഗ്ലാദേശിനെയുമാണ്. അത് ത്രിപുരയിലെ ഫെനി നദിക്ക് കുറുകെയാണ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ട്രെയിൻ സർവീസുകളാണ് ഏതൊക്കെ? മൈത്രി എക്സ്പ്രസ്, അത് കൊൽക്കത്ത, ധാക്ക തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബന്ധൻ എക്സ്പ്രസ്. ഇത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ട്രെയിൻ സർവീസുകളാണ് മൈത്രി എക്സ്പ്രസും ബന്ധൻ എക്സ്പ്രസും. മൈത്രി എക്സ്പ്രസ് കൊൽക്കത്ത ധാക്ക, ദെൻ ബന്ധൻ എക്സ്പ്രസ് കൊൽക്കത്ത ഖൗൽന. കൊൽക്കത്ത ധാക്കയും കൊൽക്കത്ത ഖൗൽനയും. മനസ്സിലായോ? ഇനി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ട്രെയിൻ സർവീസുകൾ സംജോത എക്സ്പ്രസ്. ഇതിങ്ങനെ തന്നെയല്ലേ? സംജോത എന്നല്ലേ പറയാം? സംജോത എക്സ്പ്രസ് അമൃത്സർ എന്നാണ് അല്ലേ? അമൃത്സർ ഓക്കെ, ഏതായാലും വായിച്ചു നോക്കുക. അമൃത്സർ, ലാഹോർ. ഓക്കെ, സംതോദ അങ്ങനെ ആയിരിക്കും അല്ലേ? സംസോദ ഓക്കെ. അപ്പോൾ അങ്ങനെ താർ എക്സ്പ്രസ് ജോധ്പൂരിനെയും കറാച്ചിയെ ബന്ധിപ്പിക്കുന്നതാണ് താർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ താർ എക്സ്പ്രസും സംജോത എക്സ്പ്രസും. ഓക്കെ. ഇനി അതിർത്തി രേഖകൾ ഏതൊക്കെ? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്താണ്? റാഡ്ക്ലിഫ് ലൈൻ. ഇത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. ഡ്യൂറൻ ലൈൻ ഏതൊക്കെ തമ്മിലാണ്? ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് എന്നറിയപ്പെടുന്നത് ഡ്യൂറന്റ് ലൈൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ ലൈൻ. ഇന്ത്യ മാലിദ്വീപ് ആണെങ്കിൽ 8 ഡിഗ്രി ചാനലാണ്. ദെൻ ഇന്ത്യ ബംഗ്ലാദേശ് റെഡ് ക്ലിഫ് ലൈൻ തന്നെയാണ്. ഏതൊക്കെ? ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യ ബംഗ്ലാദേശും ഏതാണ് അതിർത്തി രേഖ അറിയപ്പെടുന്നത്? റെഡ് ക്ലിഫ് ലൈൻ എന്നാണ്. പിന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് ലൈന്, ഇന്ത്യ ചൈന മക്മോഹൻ ലൈന്, ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനൽ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് ലൈൻ. എന്താണ്? പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് ലൈൻ. ഓക്കെ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് ലൈൻ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് ലൈൻ. ഓക്കെ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഡ്യൂറന്റ് ലൈന്, ഇന്ത്യ ചൈന മക്മോഹൻ. ഇപ്പൊ തന്നെ പഠിച്ചു പോവാട്ടോ. ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനൽ, ഇന്ത്യ ബംഗ്ലാദേശ് റെഡ് ക്ലിഫ് ലൈന്, ഇന്ത്യ പാകിസ്ഥാൻ റെഡ് ക്ലിഫ് ലൈന്. കിട്ടിയോ? ഇനി നോക്കാം നമുക്ക്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ പ്രകൃതിദത്ത അതിർത്തി എന്ന് പറയുന്നത് ഹിമാലയമാണ് അല്ലെ? ഇന്ത്യക്കും
ചൈനക്കും ഇടയിലുള്ള പ്രകൃതിദത്ത അതിർത്തി എന്ന് പറയുന്നത് ഏതാണ്? അത് ഹിമാലയമാണ്. ഇനി ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയിൽ അതിർത്തിയായ മലനിരകൾ ഏതാന്ന് ചോദിച്ചാല് പൂർവാചൽ, അതുപോലെ അരക്കൻയോമ നിരകൾ. ഓക്കെ, അത് ഇന്ത്യൻ സൈഡിൽ പൂർവാചലും അരാക്കനിയോമ നിരകൾ മ്യാൻമാർ സൈഡിലും. ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയിൽ അതിർത്തിയായ മലനിരകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇന്ത്യൻ സൈഡിൽ പൂർവാചലും അതുപോലെ അരാക്കനിയോമ നിരകൾ മ്യാൻമാർ സൈഡിലും. അപ്പോൾ ഇന്ത്യൻ പൂർവാചൽ ആൻഡ് അരാക്കനിയോമ നിരകൾ. തീൻ ബേഗ കോറിഡോർ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലാണ്. തീൻ ബേഗ ബേഗ എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശായിട്ടൊരു കണക്ഷൻ വരുന്നില്ലേ? അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. തീൻ ബേഗ കോറിഡോർ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലാണ്. ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിലെ അതിർത്തിയായ സമുദ്രഭാഗമാണ് പാക് കടലിടുക്ക്. ഇന്ത്യ ശ്രീലങ്ക ഇതെടുത്താല് അതിന് ഇടയിലെ അതിർത്തിയായ സമുദ്രഭാഗം ഏതെന്ന് ചോദിച്ചാല് പാക് കടലിടുക്കാണ്. രണ്ട് വിസ്തൃതമായ കരഭാഗങ്ങളെ വേർതിരിക്കുന്ന ഇടുങ്ങിയ കടൽ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? കടലിടുക്ക്. അല്ലെ, ഇടുങ്ങിയ കടലിടുക്ക് എന്ന് പറയുന്നത്. വിഭജന കാലത്തെ ബൗണ്ടറി കമ്മീഷൻ ചെയർമാനായിരുന്ന സിറിൽ റാഡ്ക്ലിഫിന്റെ പേരിലാണ് റെഡ്ക്ലിഫ് ലൈൻ അറിയപ്പെടുന്നത്. വിഭജന കാലത്തെ ബൗണ്ടറി കമ്മീഷൻ ചെയർമാനായിരുന്നു ആര്? സിറിൽ റാഡ്ക്ലിഫ്. അല്ലെ, അതിന്റെ പേരിലാണ് റാഡ്ക്ലിഫ് ലൈൻ അറിയപ്പെടുന്നത്. റാഡ്ക്ലിഫ് ലൈൻ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നുണ്ട്, അതുപോലെ ഇന്ത്യ ബംഗ്ലാദേശ്. ഓർമ്മയുണ്ടല്ലോ. ഇനി എന്താണ്? വിഭജന കാലത്ത് അസം ഇന്ത്യയോടൊപ്പം ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ഗോപിനാഥ് ബോർദലോയ്. എന്താണ്? വിഭജന കാലത്ത് അസം ഇന്ത്യയോടൊപ്പം ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഗോപിനാഥ് ബോർദലോയ്. ലോകപ്രിയ എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ ഗോപിനാഥ് ബോർദലോയ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? ലോകപ്രിയ എന്ന് അറിയപ്പെടുന്നത്. 1893 ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലെ അതിർത്തി രേഖയായി നിലവിൽ വരികയും വിഭജനത്തെ തുടർന്ന് പാക് അഫ്ഗാൻ അതിർത്തി രേഖയാവുകയും ചെയ്തതാണ് ഡ്യൂറൻ ലൈൻ. 1893 ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലെ അതിർത്തി രേഖയായി നിലവിൽ വരികയും, ഇങ്ങനെ 1893 ഏതിനിടയില്? ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇടയിലെ അതിർത്തി രേഖയായിട്ട് നിലവിൽ വരികയും വിഭജനത്തെ തുടർന്ന് പാക് അഫ്ഗാൻ അതിർത്തി രേഖയാവുകയും ചെയ്തതാണ് ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. 1893 ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇതിനിടയിലെ അതിർത്തി രേഖയായി നിലവിൽ വരുന്നു. പിന്നെ വിഭജനത്തെ തുടർന്ന് പാക് അഫ്ഗാൻ അതിർത്തി രേഖയാവുകയും ചെയ്തതാണ് ഏതെന്ന് പറയുന്നത്? ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡ്യൂറൻ ലൈൻ പഠിച്ചത് ഓർമ്മ ഉണ്ടല്ലോ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ, അല്ലെ? പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഇനി മക്മോഹൻ രേഖ നിലവിൽ വരാൻ കാരണമായത് 1914 സിംല കൺവെൻഷൻ ആയിരുന്നു. മക്മോഹൻ രേഖ, അല്ലെ, ഇന്ത്യ ചൈന നിലവിൽ വരാൻ കാരണമായത് 1914 സിംല കൺവെൻഷൻ ആയിരുന്നു. ഇന്ത്യ, ചൈന, ടിബറ്റ് എന്നീ രാജ്യങ്ങളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. ഇതിന്റെ ഭാഗമായ സന്ധിയിൽ ഇന്ത്യയും ടിബറ്റും ഒപ്പുവെച്ചു. ചൈന ഒപ്പുവെക്കുകയോ രേഖ അംഗീകരിക്കുകയോ എന്ത് ചെയ്തിട്ടില്ല. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആർതർ ഹെൻറി മക്മോഹന്റെ പേരിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആർതർ ഹെൻറി മക്മോഹന്റെ പേരിൽ നിന്നാണ് ഈ രേഖയ്ക്ക് ഈ പേര് ലഭിച്ചത്. മക്മോഹൻ രേഖ. ആരുടെ? ആർതർ ഹെൻറി മക്മോഹൻ. അദ്ദേഹം ആരായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി ആയിരുന്നു. ഇനി ശ്രീലങ്കയോട് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നറിയോ? തമിഴ്നാടാണ്. ശ്രീലങ്കയോട് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ ജില്ല ചോദിച്ചാൽ അത് രാമനാഥപുരമാണ് ശ്രീലങ്കയോട് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ ജില്ല. ഇനി ശ്രീലങ്കയോട് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. പാക് കടലിടുക്കിൽ പതിക്കുന്ന പ്രധാന നദിയാണ് വൈഗ. പാക് കടലിടുക്കിൽ പതിക്കുന്ന പ്രധാന നദിയാണ് ഏതെന്ന് പറയുന്നത്? വൈഗ. ഗൾഫ് ഓഫ് മാന്നാറിൽ പതിക്കുന്ന നദിയാണ് താമ്രപർണി. എന്താണ്? ഗൾഫ് ഓഫ് മാന്നാറിൽ പതിക്കുന്ന നദി ഏതാണ്? താമ്രപർണി എന്നുള്ളതാണ് ഗൾഫ് ഓഫ് മാന്നാറിൽ പതിക്കുന്ന നദി. 1974 ഇന്ത്യ ശ്രീലങ്ക അതിർത്തി കരാറിന്റെ ഭാഗമായി ശ്രീലങ്കക്ക് ഉടമസ്ഥത ലഭിച്ച ദ്വീപാണ് കച്ചത്തീവ്. കച്ചത്തീവ് എന്ന് പറയുന്നത് 1974 ഇന്ത്യ ശ്രീലങ്ക
അതിർത്തി കരാറിന്റെ ഭാഗമായി ശ്രീലങ്കയ്ക്ക് ഉടമസ്ഥത ലഭിച്ച ദ്വീപാണ് ഈ കച്ചത്തീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാനുള്ളത് എന്താണ്? 2018 ഇന്ത്യ ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാർ ഒപ്പുവെച്ച രാജ്യം മ്യാൻമർ ആണ്. 2018 ഇന്ത്യ ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാർ ഒപ്പുവെച്ച രാജ്യം മ്യാൻമർ ആണ്. ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ് എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 100-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ് എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 100-ാം ഭേദഗതിയാണ്. 2018 ഇന്ത്യ ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാർ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? മ്യാൻമർ ആണ്. 2018 ഇന്ത്യ ലാൻഡ് ബോർഡർ ക്രോസിംഗ് ഒപ്പുവെച്ച രാജ്യം മ്യാൻമർ ആണ്. പിന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ് എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 100-ാം ഭേദഗതിയാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് സിലിഗുരി ഇടനാഴി. ചിക്കൻസ് നെക്ക് എന്നറിയപ്പെടുന്നത് ഈ സിലിഗുരി ഇടനാഴിയാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് ഏതെന്ന് പറയുന്നത്? സിലിഗുരി ഇടനാഴി എന്ന് പറയുന്നത്. ഈ ചിക്കൻസ് നെക്ക് എന്നറിയപ്പെടുന്നത് സിലിഗുരി ഇടനാഴിയാണ്. സിലിഗുരി ഇടനാഴിയുടെ ഒരു വശത്തെ അതിര് നേപ്പാളും മറുഭാഗത്ത് എന്താണ്? അത് ബംഗ്ലാദേശുമാണ്. ഇന്ത്യക്കും പാക് അധീന കാശ്മീരിനും ഇടയിലുള്ള സൈനിക അതിർത്തി നിയന്ത്രണ രേഖ ലൈൻ ഓഫ് കൺട്രോൾ ആണ് LOC. ഇന്ത്യക്കും പാക് അധീന കാശ്മീരിനും ഇടയിലുള്ള സൈനിക അതിർത്തി നിയന്ത്രണ രേഖ ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ളതാണ് അറിയപ്പെടുന്നത് LOC ട്ടോ. ഇനി ലഡാക്കിൽ ഇന്ത്യക്കും ചൈനക്കും ഇടയിലെ സൈനിക അതിർത്തി നിയന്ത്രണ രേഖ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LAC ആണ്. അപ്പോൾ ലൈൻ ഓഫ് കൺട്രോളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും മനസ്സിലാക്കുക. ഇന്ത്യക്കും പാക് അധീന കാശ്മീരിനും ഇടയിലുള്ള സൈനിക അതിർത്തി നിയന്ത്രണ രേഖയാണ് ലൈൻ ഓഫ് കൺട്രോൾ. എന്നാൽ ലഡാക്കിൽ ഇന്ത്യക്കും ചൈനക്കും ഇടയിലെ സൈനിക അതിർത്തി നിയന്ത്രണ രേഖയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? LOC, LAC ഇവ നിയമപരമായ അതിർത്തി രേഖകളല്ല എന്നുള്ളതും കൂടെ പഠിച്ചു വെച്ചേക്കുക. ചൈന കൈയടക്കി വച്ചിരിക്കുന്ന ലഡാക്കിലെ ഇന്ത്യൻ ഭൂപ്രദേശം അറിയപ്പെടുന്നത് എന്താണ്? അക്സായി ചിഹ്നാണ്. അക്സായി ചിഹ്നം എന്താണ്? ചൈന കൈയടക്കി വച്ചിരിക്കുന്ന ലഡാക്കിലെ ഇന്ത്യൻ ഭൂപ്രദേശമാണ് അക്സായി ചിഹ്നം എന്ന് പറയുന്നത്. അരാക്കൻ യോമ കുന്നുകളുടെ തുടർച്ചയായ ദ്വീപുകൾ എന്ന് പറയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. അരാക്കൻ യോമ കുന്നുകളുടെ തുടർച്ചയായ ദ്വീപുകൾ എന്ന് അറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. അരാക്കൻ യോമ കുന്നുകളുടെ തുടർച്ചയായ ദ്വീപുകൾ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അരാക്കൻ യോമ കുന്നുകളുടെ തുടർച്ചയായ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത്. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളോട് ചേർന്നുള്ള മ്യാൻമാറിന്റെ ദ്വീപുകൾ ഏതാണ്? കൊക്കോ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളോട് ചേർന്നുള്ള മ്യാൻമാറിന്റെ ദ്വീപുകളാണ് ഏതെന്ന് പറയുന്നത്? കൊക്കോ ദ്വീപുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? എന്ന് പറയുന്നത് പോലെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ശരി. താങ്ക് യു.